പെസഹ വ്യാഴം ക്രിസ്ത്യാനികൾ പൊതുവെ ഈശോയുടെ അന്ത്യത്താഴത്തെ അനുസ്മരിച്ചുകൊണ്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് പെസഹ വ്യാഴം. അതായത് ഈസ്റ്ററിന് തൊട്ട് മുന്നത്തെ വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വൈകുന്നേരത്തെ ഒരു ശുശ്രൂഷയാണ് പെസഹ അപ്പവും പാലും ഉണ്ടാക്കിയിട്ട് നമ്മളും അത് ആചരിക്കുന്നു. അപ്പം നമ്മളുടെ വീട്ടിൽ പൊതുവെ പപ്പയാണ് അത് ഉണ്ടാക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും പപ്പയാണ്. അപ്പം ഉണ്ടാക്കുന്ന പാല് ഉണ്ടാക്കുന്നതെല്ലാം പപ്പയാണ് ചെയ്യുക. അപ്പം എന്ന് പറയുമ്പം ആവിയിൽ പുഴുങ്ങുന്നവരുണ്ട്, ചുട്ടെടുക്കുന്നവരുണ്ട്. നമ്മൾ പൊതുവെ ആവിയിൽ പുഴുങ്ങുകയാണ് ചെയ്യുക. ഇതാണ് കുരിശപ്പം. അപ്പം അതിൽ വെക്കുന്ന ഓല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓശാനിക്ക് കിട്ടുന്ന ഓലയാണ്. ഈ മഞ്ഞൾ വെക്കുന്നത് ഈശോയുടെ കൈകളിലും കാലുകളിലും അടിച്ച ആണികളുടെ പ്രതീകമായിട്ടാണ് ഈ മഞ്ഞൾ വെക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വറുത്ത പൊടിച്ച അരി, അതിലോട്ട് ഉഴുന്ന് പൊടിച്ചത്, പിന്നെ ചെറിയുള്ളി, ജീരകം, അരച്ച പേസ്റ്റൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതാണ് ഇതിൻ്റെ ചേരുവ വരുന്നത്. അപ്പം ഒരു കുരിശപ്പമാണ് ഒരു വീട്ടിലുണ്ടാക്കുക. ബാക്കി മാവ് വെച്ചിട്ട് ചെറിയ 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 അപ്പങ്ങൾ ഉണ്ടാക്കുക. അത് നമ്മൾ അടുത്തുള്ള വീടുകളിൽ, പിന്നെ ഓരോ കൊല്ലം അപ്പം മുറിക്കാത്ത വീടുകളുണ്ടാവും. അങ്ങനെയുള്ള വീടുകളിലാണ് നമ്മൾ അതും കൊടുക്കും, നമ്മളും കഴിക്കും. അങ്ങനെ അത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ള സെറ്റപ്പുകളാണ് കാണുന്നത്. ഇത്തവണ നമ്മൾ 2 കുരിശപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടുത്ത വീട്ടിൽ കൊടുക്കാനായിരുന്നു. അവിടെ ഇത്തവണ പെസഹ ഇല്ലായിരുന്നതുകൊണ്ട് അങ്ങനെ ആവിയിൽ റെഡിയായി ഗൈസ്. അങ്ങനെ ഈ കൊല്ലത്തെ പെസഹയും റെഡി. പെസഹ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്നതാണ് പെസഹൻ്റെ പാൽ. അതായത് തേങ്ങാപ്പാലും പിന്നെ അതിൽ വെള്ളം ഇടുക, പിന്നെ ജീരകവും ഏലക്കയും ചുക്കും കൂടെ അരച്ച പേസ്റ്റ്, അതാണ് പാലെന്ന് പറയുന്നത്. നമ്മൾ താഴെ വീട്ടിൽ പോയി അപ്പം മുറിക്കാൻ, എല്ലാ വീട്ടിലും ഗൃഹനാഥൻ അല്ലെങ്കിൽ തലമുതിർന്ന ആളാണ് അപ്പം മുറിക്കുക പൊതുവെ. എന്നിട്ട് ഓർഡർ വൈസിൽ എല്ലാവർക്കും അപ്പം കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു. അവിടെയും നമ്മൾ എല്ലാവരും അപ്പം ഇങ്ങോട്ടും അപ്പം മുറിച്ച് കഴിച്ചു. അങ്ങനെ പെസഹ കഴിഞ്ഞു.